VIP ഗാലറിക്കുള്ളിൽ ഞങ്ങൾ സൗകര്യപ്രദമായിട്ട് വെച്ചൊരു ബോർഡിനെയാണ് അതിക്രമിച്ച് ഉള്ളിൽ കയറി രാത്രി ലോക്ക് ചെയ്യുന്ന ഗേറ്റ് തുറന്നിട്ട് അല്ലെങ്കിൽ അതിന് മുകളിൽ കൂടെ കയറി അകത്തിറങ്ങിയിട്ട് ഇതിനുള്ളിൽ കയറി വന്നിട്ട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നത്. സെക്യൂറായിട്ട് വലയിട്ട് ക്രോസ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കയറി ഈ ബാനറിൻ്റെ രണ്ട് വൈദികരുടെ മാത്രം തല വെട്ടി മാറ്റുക എന്ന് പറയുമ്പോൾ അതൊരു പർപ്പസ്ഫുള്ളായൊരു നടപടിയാണ്. പല ആൾക്കാരുടെയും ഫോട്ടോ ഈ ബാനറിൻ്റെ അകത്തുണ്ടായിരുന്നു. അവരുടെ ആരുടെയും തല വെട്ടി മാറ്റാതെ നമ്മുടെ ഇവിടുത്തെ വികാരിച്ചൻ്റെ മാത്രം തല വെട്ടി മാറ്റിയത് 100% ഇതിനെ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ലാത്ത ഒരു കേസ് കേട്ടാണ്. ചന്ദനക്കാമ്പാറ ചെറുപുഷ്പം ഹൈസ്കൂളിനോടനുബന്ധിച്ചുള്ള ബാസ്കറ്റ്ബോൾ ഗ്രൗണ്ടിൽ സ്ഥാപിച്ചിരുന്ന ബോർഡ് സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചു. ഗാലറിയിൽ ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡാണ് നശിപ്പിച്ചത്. സ്കൂൾ മാനേജറായ പള്ളി വികാരി ഫാദർ ജോസഫ് ചാത്തനാട്ടിന്റെയും മുൻ വികാരി ഫാദർ മാത്യു ആശാരിപ്പറമ്പിലിന്റെയും ചിത്രങ്ങളുടെ തലഭാഗം മുറിച്ചുമാറ്റിയ നിലയിലായിരുന്നു. ബാസ്കറ്റ്ബോൾ മത്സരങ്ങൾക്കായി സ്ഥാപിച്ചതാണ് ബോർഡ്. ഞാൻ ടോമി, ചന്ദനക്കാമ്പാറ പള്ളിയുടെ കൈക്കാരനാണ്. സ്കൂളിൻ്റെ PTA പ്രസിഡൻ്റുമാണ് ഞാൻ. നിങ്ങൾ ഈ കാണുന്ന ഈ സ്കൂളും ഈ കോർട്ടും ഈ ബാസ്കറ്റ്ബോൾ കോർട്ടും ചന്ദനക്കാമ്പാറയുടെ വികാരമാണ്. വികാരമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 400 ചില്ലറ കുട്ടികൾ ഇവിടുന്ന് പഠിച്ച് ഇവിടുന്ന് കളിച്ച് ഈ ഗ്രൗണ്ടിൽ കളിച്ച് വളർന്ന് ദേശീയ അന്തർദേശീയ താരങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അത് 400 ചില്ലറ കുടുംബങ്ങൾ ഉപജീവന മാർഗമായിട്ട് ആ കുഞ്ഞുങ്ങളെ മുഖാന്തരം ആ കുടുംബങ്ങൾ രക്ഷപ്പെട്ട സാഹചര്യം ചന്ദനക്കാമ്പാറയ്ക്ക് എന്നുള്ളത്. അതിനുവേണ്ടി കഷ്ടപ്പെട്ട സാറിന് ഞങ്ങളുടെ റിട്ടയർഡായൊരു PT മാസ്റ്റർ ഉണ്ടായിരുന്നു. ഈ സ്കൂളും ഈ ഗ്രൗണ്ടും ഈ കോർട്ടും ഇവിടുത്തെ ജനങ്ങളുടെ വികാരവും ഇവരുടെ സ്നേഹമായി പോകും. അപ്പോൾ ഇവിടെ വർഷാവർഷങ്ങളിൽ ഇവിടെ ഞങ്ങളൊരു ബാസ്കറ്റ്ബോൾ ടൂർണമെൻറ്റ് നടത്താറുണ്ട്. നിങ്ങൾക്ക് കാണാം, ഈ ഗ്രൗണ്ട് വളരെ ഭംഗിയായിട്ട് ഞങ്ങൾ മതിൽ കെട്ടി സംരക്ഷിച്ചിട്ടുണ്ട്. പുറത്തേക്ക് ബോൾ പോകാതിരിക്കാനും കുട്ടികൾ ഓടാതിരിക്കാനുമായിട്ട് ഞങ്ങൾ വളരെ വിദഗ്ധമായിട്ട് നന്നായിട്ട് സംരക്ഷിച്ചിരിക്കുന്ന ഒരു ഗ്രൗണ്ടും പരിസരമാണിത്. ഇതിനുള്ളിൽ റോഡിൽ നിന്ന് ഏകദേശം 50 മീറ്ററോളം ദൂരെയാണ് ഈ ബാനർ ഇരിക്കുന്നത്. ഇത് ഞങ്ങളുടെ പ്രോപ്പർട്ടി ഉള്ളിലാണ്. ഒരു മെയിൻ റോഡ് സൈഡിലോ ബസ് സ്റ്റാൻഡിലോ പബ്ലിക് സ്ഥലത്ത് വെച്ച ബോർഡല്ല. ഈ ഗ്രൗണ്ടിനുള്ളിൽ ഗാലറിക്കുള്ളിൽ VIP ഗാലറിക്കുള്ളിൽ ഞങ്ങൾ സൗകര്യപ്രദമായിട്ട് വെച്ചൊരു ബോർഡിനെയാണ് അതിക്രമിച്ച് ഉള്ളിൽ കയറി രാത്രി ലോക്ക് ചെയ്യുന്ന ഗേറ്റ് തുറന്നിട്ട് അല്ലെങ്കിൽ അതിന് മുകളിൽ കൂടെ കയറി അകത്തിറങ്ങിയിട്ട് ഇതിനുള്ളിൽ കയറി വന്നിട്ട് അക്രമം പ്രവർത്തിച്ചിരിക്കുന്നത്. ഇത് തുറന്നു കിടന്ന സ്ഥലത്ത് വന്ന് ചെയ്തിട്ട് പോയാൽ നമുക്കൊരു കോമായിട്ട് നമുക്ക് വിചാരിക്കാം. ഇത് മനഃപൂർവ്വം ചെയ്തതെന്ന തെളിവാണ്. ഇതിനുള്ളിലേക്ക് റോഡിൽ നിന്ന് 50 മീറ്ററോളം ഈ കോമ്പൗണ്ട് ചാടി കടന്ന് വന്നിട്ട് ചെയ്യണമെങ്കിൽ ഇത് മനഃപൂർവ്വം ഇത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണെന്നാണ് ഞങ്ങൾ ബലമായ സംശയം. എൻ്റെ പേര് സെബാസ്റ്റ്യൻ കുന്നത്തുനിന്നാണ്. നിലവിൽ പള്ളിയുടെ നടത്തുകൈക്കാരനാണ്. ബാസ്കറ്റ്ബോൾ കോർട്ടിനുള്ളിൽ സെക്യൂറായിട്ട് വലയിട്ട് ക്രോസ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് കയറി ഈ ബാനറിൻ്റെ രണ്ട് വൈദികരുടെ മാത്രം തല വെട്ടി മാറ്റുക എന്ന് പറയുമ്പോൾ അതൊരു പർപ്പസ്ഫുള്ളായൊരു നടപടിയാണ്. ആ നടപടി ചെയ്ത് സാമൂഹ്യ വിരുദ്ധരെ എന്താണ് അവരുടെ ഉദ്ദേശം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. എന്നിരുന്നാലും അവരുടെ പണികളിലും നമ്മൾ വീഴുകയില്ല. എൻ്റെ പേര് സിബി, ഞാൻ ഇവിടുത്തെ കൈക്കാരനാണ്. ഈ സംഭവം അറിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഫൊറോന വികാരി ഓണംകുളാച്ചൻ വരികയും ഇവിടെ പാരിഷ് കൗൺസിലിൽ അച്ഛൻ വന്ന് അതിൻ്റെ വിശദീകരണം നടത്തുകയും ചെയ്തു. എൻ്റെ പേര് റോയി, ഞാനിവിടുത്തെ കൈക്കാരനാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ അരങ്ങേറുന്നത്. ഫൊറോന വികാരിയും തലശ്ശേരി രൂപതയെന്നും എല്ലാം കൂടെ തീരുമാനിച്ചിട്ട് അധികാരികൾക്ക് പരാതി കൊടുക്കുകയും അതിൻ്റെ പുറമെ അച്ഛന് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകി ഞങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ ഭംഗിയാക്കി നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അച്ഛന്മാരുടെ മാത്രം തലവെട്ടി മാറ്റുകയും ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഇടവക സമൂഹത്തിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു ഖേദം അറിയിക്കാനുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ പേരിലുള്ള ബാക്കി എല്ലാ കേസുകളിലും ഇടവക ജനം മൊത്തമായിട്ടും ഇതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കുന്നതോടൊപ്പം അധികാരികൾക്ക് പരാതി നൽകി അതിൻ്റെ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ ചന്ദനക്കാമ്പാറ ചെറുപുഷ്പ പള്ളിയിലെ കപ്പിയാരാണ്. ഈ മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന ഈ ചന്ദനക്കാമ്പാറയിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാവിയിൽ വളരെയധികം ദോഷം ചെയ്യും. അതിനെ ശക്തിയുക്തം എതിർക്കേണ്ടിയിരിക്കുന്നു. ഫോട്ടോയിലെ അച്ഛൻ്റെ തലവെട്ടി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരിട്ട് തലവെട്ടി മാറ്റുന്നതിന് തുല്യമായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നത്. അതൊരു ചെറിയ വിഷയമല്ല. കാരണം ഞങ്ങളുടെ വികാരേശനാണ് തലവെട്ടി മാറ്റിയത്. വേറെ എല്ലാവരുടെയും വെട്ടി മാറ്റും. ആ ബാനർ മൊത്തം കീറി നമുക്ക് പ്രശ്നം തോന്നിയില്ല. ബാനർ മുഴുവൻ കീറിയിട്ടില്ല. ആ ബാനറിൽ 2 അച്ഛന്മാരുടെ ഫോട്ടോ മാത്രം വെട്ടി മാറ്റിയിരിക്കുന്നത്. അപ്പോൾ ഇത് കലാപം ഉണ്ടാക്കാൻ ഉദ്ദേശം തന്നെയാണല്ലോ അതിൻ്റെ അടുത്ത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചേക്കുന്നത്. വിഷയം അത് തന്നെയാണല്ലോ, വിചാരം അത് തന്നെയാണ്. ഒന്നെങ്കിൽ രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇവിടുത്തെ മതസൗഹാർദ്ദം തകർക്കുക. ഈ ചെയ്തവർക്ക് ഇത് 2 ഒരു ഉദ്ദേശമാണ് ഉള്ളത്. അതായത് ഇത് വിലപ്പോവുക ഞങ്ങൾ പറയുന്നു. ഞങ്ങൾ ആ രീതിയിലേക്ക് ഞങ്ങൾ നീങ്ങുന്നില്ല. അത് വിലപ്പോൾ അവരുടെ തീരുമാനം എന്താ നടക്കുക വിലപ്പോവുകയില്ല. ഞങ്ങളുടേതായ നിയമപര വഴിക്കൂടെ മാത്രം ഞങ്ങൾ നീങ്ങാൻ ഞങ്ങളുടെ പാരിഷ് കൗൺസിൽ തീരുമാനം. ചന്ദനക്കാമ്പാറയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജാതിയോ മതമോ വർഗീയതയോ അല്ലെങ്കിൽ പാർട്ടിയോ രാഷ്ട്രീയമോ ഒന്നുമില്ലാത്തൊരു നാടാണ് ഇവിടെ. എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്നൊരു നാടാണ് ചന്ദനക്കാമ്പാറ. ഇത്രയും കാലം 55 വയസ്സ് പ്രായം എനിക്ക് ഞാൻ ജനിച്ചു വളർന്ന നാടാണ്. ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഇവിടെ ഒരു രാഷ്ട്രീയ സംഘർഷമോ പ്രശ്നങ്ങളോ ഉണ്ടാകത്തെ അല്ലെങ്കിൽ മതസംബന്ധമായ ഒരു പ്രശ്നം ഉണ്ടാകത്തൊരു നാടാണ് ഇവിടെ. ഞങ്ങൾ ഒരു മീറ്റിംഗ് നടത്തിയിരുന്നു. പ്രതിഷേധ മീറ്റിംഗ് കൂടി ഞങ്ങൾ കേസ് കൊടുത്തിട്ടുണ്ട്.